പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒക്കെ ആഗ്രഹമില്ലാത്തവർ ആരാണല്ലേ ഉള്ളത്? ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും പ്രണയത്തിന്റെ മധുരവും കയ്പും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രണയിനിയോടല്ല, പ്രണയത്തിന് അടിമപ്പെട്ടിരിക്കുക എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ദിവസം പ്രണയത്തിന്റെ ആഘോഷമാണ്. പലപ്പോഴും ഈ വാലന്റൈൻസ് ഡേ ആഘോഷവേളയിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട്: പ്രണയത്തിനായി ഒരു ദിനം വേണോ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രം ഒതുക്കേണ്ടതാണോ പ്രണയം എന്നുള്ളത്? അപ്പോൾ ഈ ക്ലീഷേ ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. പ്രണയം തന്നെ ഒരു ക്ലീശയാണല്ലോ. അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം. പ്രണയത്തിനായി ഒരു ദിനം വേണോ എന്നാണ് ഇസ്സത്ത് കുറച്ച് ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആളുകൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം. ത്യാഗത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന പുരോഹിതൻ വാലന്റൈൻ ഡേ സ്മരണാർത്ഥമായിട്ടാണ് വർഷം തോറും വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 ആഘോഷിച്ചു പോരുന്നത്. എന്നാൽ സ്നേഹിക്കാൻ ഒരു ദിവസം ആവശ്യമാണോ എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുകയാണ്. നമുക്ക് യുവതലമുറയോട് തന്നെ ചോദിച്ചറിയാം. പ്രണയിക്കുന്നവർക്ക് എല്ലാ ദിവസവും അവർക്ക് വാലന്റൈൻസ് ഡേ ആണ്. ശക്തമായി എതിർക്കുന്നു. ഞാൻ എല്ലാവർക്കും എതിരാണ്. ഞാൻ സിംഗിൾസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. വാലന്റൈൻസ് ഡേ ഒക്കെ നിരോധിക്കണം എന്തായാലും. ഇല്ല, എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ അന്നൊരു ഡേ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വിഷ് വരും. പക്ഷെ സ്നേഹിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഡേ ആവശ്യമില്ല. സ്നേഹിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമുണ്ടോ? ലൈക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഫുൾ ലൈഫ് ഉണ്ട്, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ സ്നേഹിക്കാമല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ദിവസം എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. പ്രണയിക്കാൻ മറ്റൊരു ദിവസത്തിന്റെ ആവശ്യമില്ല, എല്ലാ ദിവസവും പ്രണയിക്കാനുള്ളതാണ്. ഇങ്ങനെയാണ് യുവതലമുറയുടെ അഭിപ്രായം. പ്രണയത്തിൽ നിന്നും പ്രണയമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്ന ഖലീൽ ജിബ്രാന്റെ വാക്യത്തോടെ കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.